നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും അടുക്കളയിൽ നിന്ന് മാറാത്ത ഒരു സംഭവമാണ് പച്ചരി. ആ ഒരു പച്ചരി ലേശം കുതിർക്കാൻ വെച്ചിട്ട് മിക്സിഡ് ജാറിലിട്ട് അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണയില്ലാ പലഹാരമാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് പച്ചരി, നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. അത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഏകദേശം ഒരു അര ഗ്ലാസോളം പച്ചരി ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഒരു അര ഗ്ലാസ് പച്ചരി നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഒന്ന് കാത്തിരുന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും കുതിരേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരുപാട് പച്ചരിയുടെയും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു അളവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഞാൻ മുറിക്കണത്. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ, എന്നാൽ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടകളിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് എന്ത് വാങ്ങിയാലും നമുക്ക് ഇഷ്ടത്തോടു കൂടി ഒരു കഷ്ണമൊക്കെ കഴിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആരും ഇനി ടെൻഷൻ ആവണ്ട, ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കോളി. അപ്പോൾ ഏതായാലും ഒരു പച്ചരി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ട് നരച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ചിരകി മിക്സിഡ് ജാറിലിട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ലേശം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അളവിൽ അത്ര അങ്ങോട്ട് കൃത്യതൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് വെള്ളം കൂടി വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു അരി അരിയാൻ എത്രത്തോളം വെള്ളം വേണം അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ പെണ്ണുങ്ങൾക്ക്, എന്നു തന്നെയല്ലേ പണി. അപ്പോൾ പിന്നെ ഇപ്പം എന്തായാലും പ്രത്യേകിച്ച് ഒരളവോ കാര്യമൊന്നും നോക്കണ്ട. അതുപോലെ തന്നെയാണ് തേങ്ങൻ്റെ കാര്യം. നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ അരക്കുമ്പം എത്രത്തോളം ആ തേങ്ങ അരിയാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നുണ്ടോ ആ ഒരു അളവിൽ വെള്ളം എടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ അര ഗ്ലാസ് അല്ല 1 ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണ് സാധനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അര ഗ്ലാസ്സിലൊന്നും ഒതുക്കണ്ട കേട്ടോ. നിങ്ങൾ 1 ഗ്ലാസ് വെച്ചിട്ട് തന്നെ ചെയ്തോളി. വീട്ടിൽ 4 or 5 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കൊതി തീരെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 1 ഗ്ലാസ്സൊക്കെ വേണ്ടി വരും. നല്ല പച്ചരി നോക്കിയിട്ട് തന്നെ എടുക്കണം എന്നൊന്നുമില്ല, ഏത് പച്ചരി എടുക്കുക. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടാൻ പച്ചരിയൊക്കെ ആകുമ്പോൾ അതും പറ്റും, നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങിയതാലും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ അരി ഞാൻ അരച്ചിട്ട് ഒഴിക്കണ വീടിൻ്റെക്ക് സ്കിപ്പായി പോയിട്ടുണ്ട്. അരി അരക്കാൻ വേണ്ടി എടുത്തതേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഒഴിക്കണത് കാണാനില്ല കേട്ടോ. അപ്പോൾ അത് ആണ് ഞാൻ ആ ഒരു മറ്റേ ബൗളിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ പീണ സമയത്ത് നമുക്ക് എന്തായാലും ഒരു പാല് പിഴിഞ്ഞാൽ തന്നെ വീണ്ടും അതിൽ കുറച്ചും കൂടെയൊക്കെ പാലിന് അംശമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അരി അരച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമാകുമ്പോഴേക്കും അത് അടിയിൽ ഇങ്ങനെ ഊറി വരും. അപ്പോൾ അതുപോലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു അരിയുടെ മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഒക്കെ നല്ല വൈറ്റ് കളർ തന്നെയാണ്. അരി അരച്ചതും തേങ്ങാപ്പാൽ അരച്ചതും ശരിക്കും മനസ്സിലാവണില്ല, എന്നാലും അതൊക്കെ നമുക്ക് ഏതായാലും കൂട്ടി യോജിച്ചിട്ടാണ് ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു പാത്രം ഒന്നും കൂടെ ചുഴറ്റിയിട്ട് ഇതിൽ കൊയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെ ഇതിൽ യാതൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട, വെള്ളത്തിൻ്റെ അളവ് അത്ര അങ്ങോട്ട് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർക്കട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ മതിയാവും. ഞാനിപ്പോൾ 2ാമത്തെ ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷമാണ് വേണ്ടാന്ന് കരുതിയത്. 1 ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കോൺഫ്ലോറിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മൈദ ചേർക്കാം. ഇനിയിപ്പോൾ മൈദ ഇല്ലെങ്കിൽ ഒന്നും വേണമെന്നൊന്നുമില്ല, ഈ ഒരു അരി മാത്രം തന്നെ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാം, ഒരു ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ നമുക്ക് കോൺഫ്ലോർ ചേർക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു പലഹാരത്തിന് ഒന്നും കൂടി നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ എപ്പോഴും കോൺഫ്ലോർ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ട് ഈ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു കോൺഫ്ലോറിൽ ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ അരിയും തേങ്ങാപ്പാലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് ചുഴറ്റി ഒഴിക്കട്ടെ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല, ഈ ഒരു മിക്സിങ് തന്നെയാണ് കാര്യമായിട്ട് ഇതിൽ പണിയുള്ളൂ. പിന്നെ നമ്മളിത് കഴിക്കണ സമയത്ത് നമ്മൾ വിചാരിക്കും പഠിച്ചോനെ ഇതാണല്ലോ നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇത്രയും ഒരു സംഭവം നമ്മൾ അറിയാതെ പോയല്ലോ എന്നുള്ള വിചാരം ഉറപ്പായിട്ടുണ്ടാവും. കാരണം അത്രക്കും ഒരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കണത്. നോൺസ്റ്റിക്കിൻ്റെ പാത്രം നോക്കിയിട്ട് തന്നെ എടുത്താൽ എന്താണ് ഗുണം എന്നറിയോ, നമുക്ക് ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് അവിടെ ഇട്ടിട്ട് പോവുക, തീയൊക്കെ കത്തിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോവുക, അടി പിടിക്കണ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല.
പിന്നെ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇപ്പോൾ ഇല്ലാത്ത വീട് കുറവാണ്. അപ്പോൾ ഒരു ടെൻഷൻ ആവണ്ട, നിങ്ങളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നില്ല, ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇനി ബിരിയാണി പോട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തോളി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ വെച്ചിട്ട് നമ്മളിത് തീമൽ വെക്കുന്ന സമയത്ത് തന്നെ ഇളക്കിയിട്ട് വേണം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് തന്നെ ഈ ഒരു കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ഇളക്കുക, അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക, പക്ഷെ നമ്മൾ നല്ലോണം ഇളക്കണം. അപ്പോൾ ഇതൊന്ന് തിളക്കാനായി വരുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു കട്ടകട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടതും, ഇതിലേറെ ആവാൻ പാടില്ല, നമുക്ക് വേഗം കട്ടായിട്ട് വരും വേണം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം കൈ വെക്കാതെ ഇളക്കണം കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് അടി പിടിക്കുന്നുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ. എത്ര സമയം വേണമെങ്കിലും നമുക്കിത് അടി പിടിക്കാതെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇളക്കാതിരിക്കുന്നു വേണ്ട. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ലോണം ചൂടൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു മധുരപലഹാരം, ഇതൊരു പഞ്ചസാര വെച്ചിട്ടല്ല നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്ത കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, ഏതായാലും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. 1/2 കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് പഞ്ചസാര, അത് കറക്റ്റ് മധുരമായിരിക്കും. നിങ്ങൾ 1 കപ്പ് വെച്ചിട്ടാണ്, 1 ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ കൂട്ടിയിട്ട് ചേർത്തോളി. ഏതായാലും ഇതിങ്ങനെ ആയാൽ തന്നെ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഏലക്കാപ്പൊടിയും കുറച്ച് നല്ല ജീരകമൊക്കെ എടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നമുക്കൊരു കളർ വേണം. ഇതൊരു നല്ലൊരു ഗ്രീൻ കളറിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം, വൈറ്റ് കളറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ശർക്കര വെച്ചിട്ട് ചെയ്താൽ ഒരു കളറിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഫുഡ് കളറൊന്നും ആഡ് ആക്കണില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ആക്കാം. പക്ഷേ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ പിസ്ത എസൻസ് ആണ് കേട്ടോ. പിസ്ത എസൻസ് ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 തുള്ളിയൊക്കെ ഇട്ടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു പിസ്ത കളർ നമ്മുടെ ഒരു പലഹാരത്തിന് കിട്ടും. അപ്പോൾ ഒരു പിസ്ത കളർ കിട്ടൽ മാത്രമല്ല, നമുക്ക് ഇതിനൊരു പിസ്തയുടെ ടേസ്റ്റും കൂടെ കിട്ടും. പിസ്ത ഒന്നും ഇപ്പോൾ ഒരുപാട് ക്യാഷ് കൊടുത്തൊന്നും നമുക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു ഇതുണ്ടല്ലോ, എസൻസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. 2-3 ഡ്രോപ്പ് എടുത്താൽ തന്നെ കുറേ ഫുഡ് നമുക്കിത് വെച്ചിട്ട് ചെയ്യാം. പുഡിങ്ങായിട്ടും ഐസ്ക്രീമായിട്ടും ഇതുപോലെ തന്നെ കേക്കായിട്ടും ഇങ്ങനെ ഹൽവകളായിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ഇത് ചെയ്തത്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് കത്തിക്കുമ്പോഴേക്കും ഇതാ ഇതുപോലായിട്ട് വരും ചെയ്യും. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് വരും. അപ്പോൾ നല്ലോണം കുറച്ചും കൂടി ഒരു 10 മിനിറ്റും കൂടെ ഒക്കെ ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചാൽ നല്ലോണം ഇതിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഇറങ്ങിയിട്ട് തന്നെ വരും. നമുക്ക് സ്പൂണോട് കോരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ തന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാണ്. ഇതപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എണ്ണ ഒന്നും ചേർക്കാതെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ, നല്ല വിളഞ്ഞ തേങ്ങയുടെ പാലാവുമ്പം നമുക്കിതിന് ടേസ്റ്റ് കിട്ടൽ മാത്രമല്ല, ഇതിന് വേണ്ട നമ്മളിതിങ്ങനെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയും ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ അതൊക്കെ റെഡിയായി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യണതിൻ്റെ മുമ്പ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ, ഏതിലാണോ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണത് ആ ഒരു പാത്രം ഒന്ന് സെറ്റാക്കി വെക്കൽ. അപ്പോൾ അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ഹൽവ നമ്മുടെ അടുപ്പത്ത് തന്നെ ഇങ്ങനെ കത്തുന്നുണ്ട്, ചെറുതായിട്ട് കത്തുണ്ട്, ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം സെറ്റാവും. അപ്പോൾ ഇത് ചെറിയ തീയിൽ അവിടെ കത്തട്ടെ. എന്നിട്ട് ഞാൻ ഇതാ പാത്രത്തിൽ ലേശം എണ്ണ തൂക്കിയതിന് ശേഷം കുറച്ച് കറുത്ത എള്ളും കുറച്ച് വെളുത്ത എള്ളും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇതാ ഈ ഒരു ഇത് ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇതിലേക്ക് വെളുത്ത എള്ളിടുന്ന വീഡിയോസും കാണാനില്ല, അതുപോലെ തന്നെ എന്താണ് ഇത് ഇതിലേക്ക് ഇടുന്നതും കാണില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയമൊന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇത് നമ്മൾ ആ ഒരു സെറ്റ് ചെയ്യണ മാത്രം കണ്ടില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും
ഞാനേക്ക് ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂർ, ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് കൊട്ടാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ല ഉഷാറായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഈ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സെറ്റും ആവും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. നല്ല ഭംഗിയാണ് കേട്ടത് കാണാൻ. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കാരണം ആ ഒരു പിസ്തയുടെ ടേസ്റ്റും പിന്നെ നല്ല ജീരകം, ഏലക്കായ്, പഞ്ചസാര എല്ലാം അല്ലേ. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഏതായാലും ഇത് നല്ല, ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യണീൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ എന്താണ് ഓരോ കടി ഇങ്ങനെ കടുക്കുകയാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ ഒന്ന് വായിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോവുകയും ചെയ്യും, വായിലിട്ടാലിങ്ങനെ അലിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഒരു കഷ്ണം കഴിച്ചാൽ പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ ഒരു പിസ്തയുടെ ഫ്ലേവറും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ വൈറ്റിൽ വെച്ചതാണ്. വൈറ്റ് പ്ലേറ്റിൽ വെച്ചാൽ എന്താ അറിയോ, നല്ലോണം കാണും ഈ ഗ്രീൻ കളറ്. പക്ഷേ ഗ്രീൻ പ്ലേറ്റിൽ വെച്ചാൽ ഗ്രീൻ കളർ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്ക് വെച്ച് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വൈറ്റ് പ്ലേറ്റിനേക്കാളും ഭംഗി ഗ്രീൻ പ്ലേറ്റിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുക്കിട്ടോ. ഈ ഹൽവൊക്കെ ഒരുപാട് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇടയ്ക്കൊക്കെ ഒരു മധുരമൊക്കെ കഴിക്കാൻ ആർക്കല്ല ഇഷ്ടമില്ലാതിരിക്കുക. ഏത് മധുരം ഇഷ്ടമില്ലാത്ത ആളുകൾക്കും വല്ലപ്പോഴൊക്കെ ഒരു മധുരത്തിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പോഴൊക്കെ ഒന്നൊരു കഷ്ണം എടുത്ത് കഴിക്കണം തോന്നുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഇനി വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കും കൂടി ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് പറയാനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരുപാട് പേരൊക്കെ പറയുന്നുണ്ട് കമൻറ്റിനൊന്നും ഒരു റിപ്ലൈ ഇല്ലയെന്ന്. അപ്പോൾ ഓരോ തിരക്കും കാര്യമൊക്കെ ആയിട്ടാണ് നിങ്ങളെ കമൻറ്റൊക്കെ ഞാൻ കാണാറും വായിക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.